ഹലോ. അപ്പം അങ്ങനെ നമ്മൾ ഉളുമ്പും കുന്നിലേക്ക് പോവാനായിട്ടാ. കേൾക്കുന്നുണ്ടോ അറിയില്ല. അപ്പം ഞാനും അനുകുട്ടിയും കൂടിയിട്ട് പെട്ടെന്ന് തീരുമാനിച്ചതാണ്. ഇന്ന് എനിക്ക് നൈറ്റ് ഓഫ് ആണ്, അനുകുട്ടിക്ക് ലീവാണ്. അപ്പം അങ്ങനെ നമ്മൾ ഉളുമ്പും കുന്നിലേക്ക് പോവാന്ന്. അവിടുത്തെ വിശേഷമെല്ലാം കാണാം. കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാന്ന് വെച്ചിട്ടാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സാരി കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ല. പുതുശ്ശേരിയെടുക്കാം. നമ്മളെവിടെ പോന്നു? നമ്മൾ ഉളുമ്പും കുന്ന്. എന്തിനു പോന്നു? വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം. കാണിച്ചാ മുഖം കാണിച്ചാ. വാ തിരിഞ്ഞേക്ക് നോക്കട്ടെ. വാ മതി. ഓണാണോ? ഓണാക്കി. അപ്പോൾ നമ്മൾ പോവുകയാണ്. കാടുകളും മലകളും താണ്ടി കുന്ന് കയറിപ്പോണം. കുന്ത അങ്ങത്തോളം കിരണം. കയറി നമ്മൾ ഫോട്ടോ എടുക്കുവാനായി കുതിക്കുകയാണ്. കൂടെ ഐശ്വര്യ പി, ക്യാമറമാൻ മേഹു. ഇനിയിപ്പോ കയറുന്നല്ലോ. ഒക്കെ സാരിയെല്ലാം എടുത്തിട്ട് ഇറങ്ങില്ല പാടാലുണ്ടേ. ഹലോ. അപ്പോൾ അങ്ങനെ നമ്മളിതാ ഒരു ഫോട്ടോ എല്ലാം എടുക്കാമെന്ന് വെച്ചിട്ട് ഒരുങ്ങിയിട്ട് പിന്നെ ഉളുമ്പും കുന്നിലേക്ക് വെക്കാം. എന്നിട്ട് നമ്മളെ നാട്ടിലെ ഒരു അടിപൊളി സ്ഥലമാണ്. അപ്പം നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. നല്ല അടിപൊളി വ്യൂ ആണ്. പിന്നെ ഇതാ സാരി എങ്ങനെയുണ്ടെന്ന് പറയടേ. എങ്ങനെയെല്ലാം കൊടുത്ത് ഒപ്പിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ ഞൊറിയിടൂലേ, അത് നേരെ തിരിഞ്ഞു പോയി. എന്നിട്ട് ലേഖമ്മ അത് ശരിയാക്കി തരുകയും ചെയ്ത് അങ്ങനെ ഒപ്പിക്കബിൾ സാരി ഉടുക്കലെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോക്കാം. അപ്പം നമ്മളങ്ങനെ ഉൾമകുന്ന് എത്തിയിട്ടുണ്ട്. സൂര്യനാടിയുണ്ട്. അതാ അടിപൊളി സ്ഥലമാണ് കേട്ടാ. അതെ, ഇവിടെ എന്തെല്ലോ പ്രതിമയിലുണ്ട് കല്ലിക്കൊത്തത്. പിന്നെ ഒരുപാട് സിംഹലുണ്ട്. സിംഹം, ആമ. അങ്ങോട്ടാവുന്നല്ലേ. ഒരുപാട് ആൾക്കാർ കാണാൻ വേണ്ടിട്ട് വരുന്നുണ്ട്. നമ്മളെ നാട്ടിലാണ്, പക്ഷെ ഇങ്ങനെ ആൾക്കാർ വരുന്നത് നമുക്ക് അറിയില്ലായിരുന്നു. ഒരുപാട് ആൾക്കാർ വന്ന് പോയി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുന്ന് കയറി നമുക്ക് കിതപ്പായി. അതുകൊണ്ട് കുറച്ച് വിശ്രമിച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പടെ ടുണ്ടിട്ട് നിർത്തി ഫോട്ടോ എടുക്കുന്നതായിരിക്കും. അപ്പം ഇതാട്ടാ അത് ചൂടാണ്ട് വെച്ചേക്കും. നല്ല അടിപൊളി കാറ്റ്, നമുക്കെല്ലാം കാണാം. നമ്മളെ പാവന്റെ നല്ലുണ്ട് സാരി എടുത്തിട്ട്. അമ്മേൻ്റെ സാരിയാണ്. കൈ നല്ല ബറിയുണ്ട് കൊതക്കുന്നു. ഇത് ആമേട്ടാ, ആമ. പിന്നെ ഇത് തവളേൻ്റെ രൂപ. അങ്ങനെ ഒരുപാട് കൊത്ത് കല്ലിനെ കൊണ്ട് കൊത്തി. സിംഹത്തിൻ്റെ അടിയിലുണ്ട്. ഇതേ കുരങ്ങൻ കിട്ടി കേൾക്കണ്ട. വേറെ എന്തെങ്കിലും ഉണ്ട്, കാണിച്ചു കൊടുക്കാം നമുക്ക്. സിംഹം അത് ഞാൻ തോന്നുന്നല്ലേ ഇതന്നെയല്ലേ? ഇതിനായിരിക്കണം. കൊത്തുപണി ശരി, മാറ്റം വന്നാൽ തോന്നല്ലേ? നമ്മുടെ ആയിരിക്കും ഇതെല്ലാം കല്ല് പൊടിഞ്ഞിട്ട് അങ്ങനാണോ മിക്കവരായിരിക്കും. സിംഹത്തിന്റെ നല്ല വൃത്തിക്കുണ്ടായിരുന്നു. അതന്നെ ഇത് അതിനായിരിക്കും വന്നോണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ബുക്കെല്ലാം എടുത്ത് വന്നിന് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് വായിക്കാനൊന്നല്ല. അല്ല, അതില്ല, നമുക്ക് അങ്ങനെയൊന്നുമില്ലല്ലേ. ദ്രുപദൻ കയ്യേർത്ത് തടഞ്ഞു. തിരിച്ചു വരവിനെ കുറിച്ചൊന്നും ഇനി സംസാരിക്കേണ്ടതില്ല. അങ്ങനെയൊന്നുണ്ടായാൽ തന്നെ അത് ബന്ധം പുനഃസ്ഥാപിക്കുവാനാവില്ല. ഓക്കെ. വിപുലൻ ധൈര്യം സംഭരിച്ച് ചോദിച്ചു. നെറ്റി വിളിച്ച് ചോദിച്ചട്ടെ. നെറ്റി വിളിച്ച അതേടെയുള്ളത്? ദ്രുപദൻ നെറ്റി ചുളിച്ചു. ചുളിക്കലെങ്ങനെയാണ്? ദൈവമേ, ഇതെന്ന ബുക്ക് സത്യത്തില്. ക്യാമറ വേണ്ട.
കാക്ക എൻ്റെ കക്കപ്പിട്ടു തലയിൽ വീണു. അല്ലെങ്കിലും കാക്കയല്ലോ, കാക്കന്നല്ല. ആ ചളിയല്ലേ? അല്ല, ഏത് കാക്ക ആയാലും. ഞാൻ ടീച്ചറാ. അതെയാ? എനിക്ക് ഭയങ്കര ഇതുണ്ട്, പറയാ സീരിയസ് ആണ്. എന്തുണ്ട് പറഞ്ഞി? കോമൺ സെൻസ്. അതില്ല, അത് വിട, അത് നമുക്ക് അരികിലെ കൂടി പോയിട്ടില്ല. എന്തോ സീരിയസ്നെസ്. എല്ലാരും കൂടി വരണം അല്ലേ, എന്നിട്ട് നമുക്ക് സ്നാക്സ് എല്ലാം കഴിക്കാനും ടെന്റ് കിട്ടിയിട്ട് സെറ്റ് ആയിരിക്കും. അതെ, നല്ല ഉണ്ടാവും. ഒരിക്കൽ നമ്മൾ വന്നിട്ടാണ് താഴോട്ടുനിന്ന് അവരും നമ്മളും കൂടിയിട്ട് നമ്മൾ മാമെല്ലാം കൂടിയിട്ട് എല്ലാ സ്നാക്സ് എല്ലാം ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് കഴിക്കണം. ഇപ്പം അറിഞ്ഞെല്ലാം അവരാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് കഴിക്കുന്നത്. പക്ഷെ നമ്മള് പെട്ടെന്നുള്ള വരവാന്ന് എല്ലാം പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ ഇങ്ങോട്ട് വരുന്നത് പ്രതീക്ഷിച്ചിട്ടില്ല, പെട്ടെന്നായിരുന്നു, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന്. പിന്നെ ഈ സാരി ഇട്ടുകൊണ്ട് കുറച്ച് ഫോട്ടോസിൽ എടുക്കാൻ വെച്ച് എടുത്തിട്ടൊന്നുമില്ല. നമുക്ക് എടുക്കേണ്ട ഒരു തീം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ നിൽക്കണം അന്താളിച്ച് ആ ഒരു പ്രകൃതി ഭംഗിയെ നോക്കിയിട്ട്. നല്ല വൃത്തിയുണ്ട് കേട്ടാ. അങ്ങോട്ടൊക്കെ സൂര്യൻ അവിടെ ഉണ്ട്. സൂപ്പർ അല്ലേ? ഒരു താണില്ല കേട്ടാ. അത് പേരക്കൊന്നല്ല. കാക്ക വീട്ടിൽ പോണ സമയായി, ഇന്ന് വീട്ടിൽ പോകും. ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ? അതെ. അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് വരുക. അതെ. സ്ഥലം കോന്താറമ്പിലെ സ്ഥലം പാവന്നൂര് അല്ല, ഉളുമ്പങ്കുന്ന് ഫേമസ് ആണ്. അതെ, ഗൂഗിളിൽ അടിച്ചാൽ മതി. പാവന്നൂര് മൊട്ടക്കത്തിട്ട് ചോദിച്ചാൽ മതി. പാവന്നൂർ മൊട്ടക്കന്ന് അത്രേ ഉള്ളൂ, ഉളുമ്പങ്കുന്ന് പറയും. ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. ഇങ്ങനെ കുട്ടികളെല്ലാം കുട്ടിയെന്നാൽ നല്ല രസമാണ്. അതെ, ഫോട്ടോസും വീഡിയോസും എടുക്കാൻ കിട്ടും. വൈകുന്നേരം ഒരു 5 മണി 4 മണി 4:30 എത്തിയാൽ മതി. സൺസെറ്റെല്ലാം കണ്ടുകൊണ്ട് കുന്ന് കയറി ട്രക്കിംഗ് പോലെ വരാം. ബൈക്ക് എടുത്തിട്ട് വരുന്നവരുണ്ട്. നല്ല പണിയത്. എന്നാലും പക്ഷേ രസമാണ്. വൈബ്. അങ്കിയാണെങ്കിൽ ഇപ്പൊ ബൈക്ക് എടുത്ത് കയറി വെച്ചിട്ടോ. ഞാൻ പറഞ്ഞ ബൈക്ക് എടുത്ത് അങ്കിയാന്ന് കയറിയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മളെ ഏകദേശം തിരിക്കാനായി അല്ലേ? കാക്കിയതാടാ. ഞാനും കറുപ്പിട്ടോണ്ടമ്മോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും തീരുമാനിച്ചിട്ട് നമ്മൾ വേഗം തന്നെ ഇവിടുന്ന് പോകും അല്ലേ? ഹലോ, അപ്പോൾ അങ്ങനെ നമ്മളിതാ ഉളുമ്പങ്കുന്നിലെല്ലാം പോയിട്ട് തിരിച്ചു വരുന്ന കേട്ടോ. അമ്മ അവിടെ വീട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താക്കോലെല്ലാം എടുത്തിട്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് അമ്മ അവിടെ പുറത്തേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ പോയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.